എൻ്റെ പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. രാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങുന്നത് ഞാൻ അത്യാഹ്ലാദത്തോടെയാണ് വീക്ഷിക്കുന്നത്. നമ്മുടെ ത്രിവർണ പതാക പാറിക്കളിക്കുന്നത് എവിടെയായാലും, അത് ചെങ്കോട്ടയിലോ സംസ്ഥാന തലസ്ഥാനങ്ങളിലോ പ്രാദേശിക കേന്ദ്രങ്ങളിലോ ആകട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നു. നമ്മുടെ മഹത്തായ മാതൃഭൂമിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷാതിരേകം 140 കോടിയിലധികം വരുന്ന സഹഭാരതീയർക്കൊപ്പം നാം പ്രകടിപ്പിക്കുകയാണ്. നാം കുടുംബത്തോടൊപ്പം വിവിധ ഉത്സവങ്ങൾ കൊണ്ടാടുന്നത് പോലെയാണ് ഭാരതമെന്ന കുടുംബത്തിലെ അംഗങ്ങളായ സഹപൗരജനങ്ങളോടൊപ്പം നാം സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് രാജ്യത്തെയും വിദേശങ്ങളിലെയും ഭാരതീയർ ത്രിവർണ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും മധുരം വിതരണം ചെയ്തും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികളിൽ നാളത്തെ പൗരന്മാരായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ സർവാത്മന ഭാഗഭാക്കാവുന്നു. നമ്മുടെ മഹത്തായ രാഷ്ട്രത്തെയും ഭാരത പൗരരായിരിക്കുന്നതിലുള്ള അഭിമാനത്തെയും കുറിച്ച് അവരിൽ നിന്ന് ഉതിരുന്ന മൂല്യവത്തായ വാക്കുകൾ നമ്മുടെ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വചനങ്ങൾ പ്രതിധ്വനിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ വീരേതിഹാസം രചിച്ച പോരാളികളുടെ സ്വപ്നങ്ങളെ ഒന്നിപ്പിക്കുന്ന ചങ്ങലയുടെ കണ്ണികളാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുന്നു. മാത്രമല്ല, നാം പിറന്ന മണ്ണ് അതിൻ്റെ സമ്പൂർണ്ണ മഹിമ വീണ്ടെടുക്കുന്നതിന് വരും വർഷങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതീക്ഷ സഫലമാകുന്നത് നമുക്ക് അനുഭവവേദ്യമാകുന്നു. നമ്മളും ഈ ചരിത്രത്തിൻ്റെ കണ്ണികളാണെന്ന അവബോധം നമ്മെ വിനയാന്വിതരാക്കുന്നു. നമ്മുടെ രാജ്യം വിദേശാധിപത്യത്തിൽ അമർന്നിരുന്ന ദിനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മുഹൂർത്തം കൂടിയാണ് ഇത്. ദേശാഭിമാനികളും ധീരരുമായ എത്രയോ ആത്മാക്കൾ അതിസാഹസിക ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. അവരുടെ അവിരാമമായ പ്രയത്നത്തിൻ്റെ ഫലമായി നൂറ്റാണ്ടുകളോളം ജാഡ്യത്തിലായിരുന്ന ഭാരതത്തിൻ്റെ ആത്മാവ് ഉണർന്നു. ഉപരിതലത്തിനടിയിൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്ന നമ്മുടെ പാരമ്പര്യങ്ങളുടെയും മൂല്യങ്ങളുടെയും പ്രകടിത രൂപങ്ങൾ വിവിധ തലമുറകളിലെ മഹാനേതാക്കളിൽ ദർശിക്കാനായി. വിവിധങ്ങളായ ആ പാരമ്പര്യങ്ങൾ ഏകോപിച്ചുണ്ടായ രൂപമാണ് രാഷ്ട്രപിതാവും ധ്രുവതാരകവുമായ മഹാത്മാഗാന്ധി. അതോടൊപ്പം മഹാനേതാക്കളുടെ നീണ്ടൊരു നിര തന്നെയുണ്ട്. സർദാർ പട്ടേൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബാബാ സാഹിബ് അംബേദ്കർ, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ എത്രയോ മഹത്തുക്കൾ. എല്ലാ സമുദായങ്ങളിലും വിഭാഗങ്ങളിലും സജീവ പങ്കാളിത്തം വഹിച്ച രാജ്യവ്യാപകമായൊരു മഹാപ്രസ്ഥാനമായിരുന്നു സ്വാതന്ത്ര്യ സമരം. ആദിവാസികൾക്കിടയിൽ തിൽക്കാമഞ്ചി, ബിർസ മുണ്ട, ലക്ഷ്മൺ നായിക്, ഫൂലോ ജാനോ തുടങ്ങിയ എത്രയോ പോരാളികൾ അനുഷ്ഠിച്ച ത്യാഗങ്ങൾ സമുജ്വലവും അഭിനന്ദനീയവുമാണ്. ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനം നാം ജൻജതീയ ഗൗരവ് ദിവസ് ആയി ആഘോഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷം നടക്കുന്ന അദ്ദേഹത്തിൻ്റെ 150ാം ജന്മവാർഷിക ദിനാഘോഷം രാജ്യം വീണ്ടും ഉണരുന്നതിനായി മുണ്ടേ നൽകിയ സംഭാവനകളെ ഒരിക്കൽ കൂടി ആദരിക്കുന്നതിനുള്ള അവസരമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 14-ന് നാം വിഭജനത്തിൻ്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന വിഭജൻ വിഭിഷിക സ്മൃതി ദിവസായി ആചരിക്കുകയാണ്. ഈ മഹത്തായ രാഷ്ട്രം വിഭജിച്ചതിനെ തുടർന്ന് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ബലമായി കുടിയിറക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തിനിരയായി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ തലേദിവസം സമാനതകളില്ലാത്ത ആ മഹാദുരന്തത്തിൻ്റെ ഓർമ്മദിനമായി നാം ആചരിക്കുകയും അതുമൂലം കീറിമുറിക്കപ്പെട്ട കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭരണഘടനയുടെ 75ാം വാർഷികം നാം ആഘോഷിക്കുകയാണ്. പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ ആദ്യ നാളുകൾ കടമ്പകളിൽ നിന്ന് മുക്തമായിരുന്നില്ല. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയിൽ കാലുറപ്പിച്ച് തുടരുന്ന നാം ആഗോളവേദിയിൽ രാജ്യത്തിൻ്റെ സ്ഥാനം വീണ്ടെടുക്കാനുള്ള ദൗത്യത്തിലാണ്. രാജ്യം ഇക്കൊല്ലം പൊതു തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെയുള്ള അംഗീകൃത വോട്ടർമാരുടെ എണ്ണം 97 കോടിയായിരുന്നു. ഇത് ചരിത്രത്തിൽ ചേക്കേറുന്ന ഒരു റെക്കോർഡാണ്. മനുഷ്യരാശി ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മതിദാന പ്രക്രിയ. ബൃഹത്തായ ഈ സംഭവം കുറ്റമറ്റ രീതിയിൽ സുഗമമായി നിറവേറ്റിയ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സവിശേഷ അഭിനന്ദനം അർഹിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും
സുരക്ഷാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇത്രയധികം ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് തന്നെ ജനാധിപത്യമെന്ന മഹത്തായ ആദർശത്തിന് ലഭിക്കുന്ന പ്രതിധ്വനിക്കുന്ന അംഗീകാരമാണ്. ഭാരതം വിജയകരമായി നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ ലോകമാകെയുള്ള ജനാധിപത്യ ശക്തികൾക്ക് കരുത്തേകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, 2021 മുതൽ 2024 വരെ 8% വാർഷിക വളർച്ചാ നിരക്കോടെ ഭാരതം ഏറ്റവും ദ്രുതഗതിയിൽ വളരുന്ന മുൻനിര സാമ്പത്തിക ശക്തികളിലൊന്നായി തുടരുന്നു. ഈ വളർച്ച ജനങ്ങളുടെ പക്കൽ കൂടുതൽ പണം എത്തിച്ചെന്നു മാത്രമല്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ ഭീമമായ കുറവ് വരുത്തുകയും ചെയ്തു. ദാരിദ്ര്യത്തിന്റെ ദുരിതം പേറുന്നവർക്ക് സഹായഹസ്തം നീട്ടുക മാത്രമല്ല, അതിന് പുറത്തു കടക്കാൻ നാം സഹായിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഉദാഹരണം COVID-19 പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ച് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 80 കോടിയിലധികം ആളുകൾക്ക് സൗജന്യ റേഷൻ നൽകി വരുന്നു. ഈ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിയവർ താഴേക്കു പോവാതെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഭാരതം ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർന്നത് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ദ്രുത പ്രയാണത്തിലുമാണ് നാം. കർഷകരുടെയും തൊഴിലാളികളുടെയും അക്ഷീണ കഠിനാധ്വാനത്തിലൂടെയും പദ്ധതി ആസൂത്രകരുടെയും സമ്പത്തുൽപാദകരുടെയും ദീർഘവീക്ഷണത്തിലൂടെയും ഉൾക്കാഴ്ചയുള്ള നേതൃത്വത്തിലൂടെയും മാത്രമേ യാഥാർത്ഥ്യമാവുകയുള്ളൂ. നമ്മുടെ അന്നദാതാക്കളായ കർഷകർ ഏവരുടെയും പ്രതീക്ഷയ്ക്കനുസൃതമായി വർദ്ധിച്ച തോതിൽ കാർഷികോൽപാദനം തുടരുന്നുണ്ട്. ജനങ്ങളെ ആകമാനം തീറ്റിപ്പോറ്റാനും ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനും ഇത് അങ്ങേയറ്റം സഹായിക്കുന്നുണ്ട്. ഈ അടുത്ത വർഷങ്ങളിൽ രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായ വർധനവ് എടുത്തുകാട്ടേണ്ടതാണ്. പാതകൾ, ഹൈവേകൾ, റെയിൽവേ, തുറമുഖങ്ങൾ എന്നിവയുടെ സമഗ്ര വികസനത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും തന്ത്രപരമായ ആസൂത്രണവും പ്രധാന പങ്ക് വഹിച്ചു. ഭാവിയിലെ സാങ്കേതിക വിദ്യാ വികാസത്തിന്റെ സാധ്യതകൾ പരിഗണിച്ചാൽ സെമി കണ്ടക്ടർ, കൃത്രിമ ബുദ്ധി തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വ്യവസായ സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാതൃകാപരമായ ജൈവ വ്യവസ്ഥ സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത് സാമ്പത്തിക നിക്ഷേപത്തിനുള്ള മാതൃകാ സ്ഥലമായി രാജ്യത്തെ മാറ്റാനും സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ സുതാര്യത കൈവരിച്ച ബാങ്കിംഗ്, സാമ്പത്തിക മേഖലകൾ വർദ്ധിച്ച കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർന്ന് അടുത്ത തലമുറയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വേദിയൊരുക്കി കഴിഞ്ഞു. ഇത് വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതത്തെ പിടിച്ചുയർത്തും. വേഗത്തിലുള്ള സമീകൃതമായ ഈ പുരോഗതി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയ്ക്ക് ഉയർന്ന സ്ഥാനം നേടിക്കൊടുത്തിരിക്കുന്നു. G20 അധ്യക്ഷ പദവി വിജയകരമായി പൂർത്തിയാക്കിയതോടെ ആഗോള ദക്ഷിണ മേഖലാ രാജ്യങ്ങളുടെ മുന്നിൽ ഭാരതം സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ഈ സ്വാധീനശക്തിയുള്ള പദവി ഉപയോഗിച്ച് ലോകത്ത് സമാധാനവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരാനാണ് ഭാരതത്തിന്റെ ഉദ്ദേശ്യം. എൻ്റെ പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ നാം ഓർക്കണം. അദ്ദേഹം കൃത്യമായി പറഞ്ഞ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കട്ടെ. നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ നാം സാമൂഹിക ജനാധിപത്യമായി മാറ്റണം. സാമൂഹിക ജനാധിപത്യമെന്ന അടിത്തറയില്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല. സാമൂഹിക ജനാധിപത്യം ഉറപ്പിക്കുന്നതിൽ നേടിയ പുരോഗതിയാണ് രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ പുരോഗതിയുടെ ഉരകല്ല്. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനുള്ള പ്രവണതയായിരിക്കണം സാമൂഹിക ജീവിതത്തിന്റെ നാനാമുഖങ്ങളുടെയും അന്തസത്ത. നാനാത്വത്തിന്റെയും ബഹുസ്വരതയുടെയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഏകാത്മക രാഷ്ട്രമായി നാം ഒന്നിച്ചു നീങ്ങണം. വ്യതിരിക്തത ഉൾക്കൊള്ളാനുള്ള ഉപകരണമായി നാം നമ്മുടെ ധനാത്മകമായ യത്നത്തെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടേതുപോലെ വിശാലവും വിസ്തൃതവുമായ രാജ്യത്ത് പരസ്പര ഭിന്നതയ്ക്ക് ആക്കം കൂട്ടാനുള്ള ശ്രമങ്ങൾ അപ്പാടെ തള്ളിക്കളയേണ്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സാമൂഹിക നീതിക്കാണ് ഇപ്പോൾ സർക്കാർ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെയും സമൂഹത്തിന്റെ പുറമ്പോക്കിൽ ജീവിക്കുന്ന മറ്റു ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാൻ മുൻപെങ്ങുമില്ലാത്ത കാൽവയ്പുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇത്തരം ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി സാമാജിക് ഉദ്യാൻ ഏവം
റോസ്ഗാർ ആധാരിത് ജൻ കല്യാൺ അഥവാ PM സുരാജ് പദ്ധതി പ്രത്യേക ദുർബല ഗിരിവർഗ വിഭാഗങ്ങൾ, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അഥവാ PVTGS എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന ഗിരിവർഗ ജനത സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നിർണായകമായ ഇടപെടലുകൾക്കായി രൂപം നൽകിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ അഥവാ PM ജൻ മൻ എന്ന പദ്ധതി. സീവേജ്, സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ കൈകൊണ്ട് കോരിയെടുക്കുന്ന അപകടകരമായ പ്രവൃത്തിയിൽ ഒരു ശുചീകരണ തൊഴിലാളിയും ഏർപ്പെടാതിരിക്കുന്നത് ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം അഥവാ നമസ്തേ. നീതി എന്ന വാക്ക് അതിൻ്റെ പരമാവധി വിശാലമായ അർത്ഥത്തിൽ ഒട്ടനവധി സാമൂഹിക ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അവയിൽ 2 എണ്ണത്തിന് ഞാൻ പ്രത്യേക ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നു. അവയാണ് ലിംഗനീതിയും കാലാവസ്ഥാ നീതിയും. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് തുല്യ പദവി മാത്രമല്ല, തുല്യതയേക്കാൾ മുന്തിയ പരിഗണനയാണ് നൽകി വരുന്നത്. പരമ്പരാഗതമായ വിവേചനങ്ങളിലൂടെ സ്ത്രീകൾ ഏറെ ദുരിതങ്ങൾ സഹിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുവാനും സ്ത്രീ ശാക്തീകരണത്തിനും സർക്കാർ തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ അതിനുള്ള ബജറ്റ് വിഹിതം 3 ഇരട്ടിയായി വർദ്ധിച്ചു. തൊഴിലെടുക്കുന്നവരിൽ സ്ത്രീ പങ്കാളിത്തം ഉയർന്നിട്ടുണ്ട്. ശിശുജനനവുമായി ബന്ധപ്പെട്ട ലിംഗാനുപാതം മെച്ചപ്പെട്ടത് അങ്ങേയറ്റം ആഹ്ലാദജനകമായൊരു വസ്തുതയാണ്. സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒട്ടനവധി സവിശേഷ സർക്കാർ പദ്ധതികൾക്ക് രൂപം നൽകി വരുന്നുണ്ട്. നാരീശക്തി വന്ധൻ അധിനിയം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മുന്നേറ്റ മാതൃകകൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് കാലാവസ്ഥയിൽ സംഭവിക്കുന്ന വൻ വ്യതിയാനങ്ങൾ. എന്നാൽ ഈ മേഖലയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും പുരോഗതി കൈവരിക്കാൻ ഭാരതത്തിനായിട്ടുണ്ട്. ആഗോള താപനങ്ങളുടെ ദുരന്ത ഫലങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനുള്ള മനുഷ്യരാശിയുടെ പോരാട്ടത്തിൽ ഭാരതം മുൻനിരയിലാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഓരോ ഭാരതീയനും തൻ്റെ ജീവിതശൈലിയിൽ ചെറുതെങ്കിലും ഫലപ്രദമായ മാറ്റം വരുത്തി കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുതാക്കാൻ തൻ്റേതായ സംഭാവന നൽകണമെന്ന് ഞാൻ പ്രേരിപ്പിക്കുകയാണ്. നീതിയെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പരാമർശിക്കട്ടെ. ഈ വർഷം ജൂലൈ മുതൽ നാം നടപ്പിലാക്കിയ ഭാരതീയ ന്യായ സംഹിതയിലൂടെ വിദേശ ഭരണത്തിൻ്റെ ഒരു അവശിഷ്ടം കൂടി തുടച്ചു മാറ്റുന്നതിന് നമുക്ക് സാധിച്ചു. ശിക്ഷകൾ നടപ്പിലാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കുറ്റകൃത്യങ്ങളുടെ ഇരകളാകുന്നവർക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടി പുതിയ നിയമാവലിക്കുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ആദരാഞ്ജലിയായാണ് ഞാൻ ഇതിനെ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ശതകത്തിലെത്തുന്ന ഇനിയുള്ള 1/4 നൂറ്റാണ്ടുകാലം ഇന്നത്തെ യുവജനങ്ങളുടേതാണെന്ന് എടുത്തു പറയട്ടെ. രാജ്യത്തിൻ്റെ പുതിയ ഉയരങ്ങൾ യുവജനതയുടെ ഊർജത്തെയും ഉത്സാഹത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ആധുനിക വിജ്ഞാനത്തിലെയും പരമ്പരാഗത ജ്ഞാനത്തിലെയും ഏറ്റവും മികച്ചവ സമന്വയിപ്പിച്ച് യുവമനസ്സുകളിൽ സംക്രമിപ്പിക്കുകയും അതിലൂടെ അവരുടെ മനോഭാവം അടിമുടി മാറ്റിയെടുക്കുകയും ചെയ്യുന്നതിനാണ് നമ്മുടെ മുൻഗണന. ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് 2020 ആവിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ സദ്ഫലങ്ങളെ കാട്ടിത്തുടങ്ങിയിട്ടുണ്ട്. യുവാക്കളുടെ പ്രതിഭ ശരിയായി ഉപയോഗപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ അവർക്ക് വിദഗ്ധ പരിശീലനവും തൊഴിലും നൽകാനും പുതിയ അവസരങ്ങൾ ഒരുക്കാനും സർക്കാർ ഒട്ടനവധി നൂതന സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു കഴിഞ്ഞു. അതിനായി പ്രധാനമന്ത്രിയുടെ 5 പദ്ധതികളടങ്ങുന്ന പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൂടെ 4.1 കോടി യുവജനങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ വിദഗ്ധ പരിശീലനവും തൊഴിലും നൽകാനാണ് ഉദ്ദേശ്യം. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ പ്രമുഖ കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് നൽകുകയെന്നത് സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ്. വികസിത ഭാരതം സൃഷ്ടിക്കുക എന്ന സർക്കാരിൻ്റെ ലക്ഷ്യത്തിന് അടിസ്ഥാന സംഭാവന നൽകാനാണ് മേൽപ്പറഞ്ഞ പദ്ധതികൾ എല്ലാം. ഭാരതത്തിൽ മനുഷ്യപുരോഗതിക്കുള്ള ഉപകരണവും വിജ്ഞാനാന്വേഷണത്തിൻ്റെ ഭാഗവുമായാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നാം കാണുന്നത്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ ഒട്ടനവധി രാജ്യങ്ങൾക്ക് ഈ മേഖലയിൽ അടിസ്ഥാന ശിലപാകാൻ ഇടയാക്കിയിട്ടുണ്ട്. ബഹിരാകാശ ഗവേഷണത്തിൽ മുൻപെങ്ങുമില്ലാത്ത പുരോഗതിയാണ് ഭാരതം കൈവരിച്ചിരിക്കുന്നത്. അടുത്ത വർഷം വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഗഗൻയാൻ ദൗത്യത്തിനായി ഞാൻ നിങ്ങൾക്കൊപ്പം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.
മനുഷ്യനെ കയറ്റിക്കൊണ്ടുപോകുന്ന ആദ്യത്തെ ബഹിരാകാശ വാഹനമാണ് ഗഗൻയാൻ. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം മഹത്തായ പുരോഗതി നേടിയ മറ്റൊരു മേഖലയാണ് കായികരംഗം. കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ നൽകിയ സവിശേഷ പരിഗണന ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈയിടെ സമാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ ഭാരതത്തിന്റെ കായിക താരങ്ങൾ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ പ്രകടനം നമ്മുടെ യുവതലമുറയ്ക്കാകെ പ്രചോദനമേകുന്നതാണ്. ക്രിക്കറ്റിൽ ഭാരതം 2020 ലോകകപ്പിൽ ജേതാക്കളായത് ക്രിക്കറ്റ് ആരാധകരെ ഹർഷപുളകിതരാക്കി. ചെസ്സിൽ നമ്മുടെ ബാലപ്രതിഭകൾ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി. അന്താരാഷ്ട്ര ചെസ്സിൽ ഇനി ഭാരതത്തിന്റെ കാലമായിരിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ബാഡ്മിന്റണിലും ടെന്നീസിലും മറ്റു കായിക ഇനങ്ങളിലും നമ്മുടെ യുവനിര ലോകവേദികളിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ യുവതലമുറയ്ക്ക് പ്രചോദനമായി മാറിക്കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹപൗരജനങ്ങളെ, രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കവേ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. വിശേഷിച്ച് നമ്മുടെ സൈനിക വിഭാഗങ്ങളിലെ ധീരജവാന്മാർക്ക് എൻ്റെ പ്രത്യേക സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. സ്വജീവൻ തൃണവൽ ഗണിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം അവർ കാത്തുസൂക്ഷിക്കുന്നു. ജാഗ്രതയോടെ നാടിനെ സംരക്ഷിക്കുന്ന പോലീസിനും മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. നീതിന്യായ വ്യവസ്ഥയിലെയും സിവിൽ വിദേശകാര്യ സർവീസിലെ ഉദ്യോഗസ്ഥർക്കും ഞാൻ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. പ്രവാസികൾക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. നിങ്ങൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ. നിങ്ങളുടെ നേട്ടങ്ങൾ നമ്മുടെ അഭിമാനം ഉയർത്തുന്നു. ഭാരതീയ സംസ്കാര പാരമ്പര്യങ്ങളുടെ മഹത്തുക്കളായ പ്രതിനിധികളാണ് നിങ്ങൾ. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്.